ഡയമെൻഷൻ അതേപോലെ 3 ഡയമെൻഷനിൽ ഈ യൂണിറ്റ്സിൽ റിപ്പീറ്റ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ് റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത് എന്നുള്ളതിന്റെ തുടക്കം ബേസിസ് ആണ് ഇനി അടുത്തത് അറിയാൻ പോകുന്നത്. നോക്കാം. ക്ലോസ് പാക്കിംഗ് ഇൻ ക്രിസ്റ്റൽസ്. ക്രിസ്റ്റൽസിലെ ക്ലോസ് പാക്കിംഗ് എങ്ങനെയൊക്കെയാണ് വരുന്നത്? ഓക്കെ, ഇപ്പൊ ക്ലോസ് പാക്കിംഗ് അറിയാൻ വേണ്ടി നമ്മൾ പാർട്ടിക്കിൾസിനെ എന്തായിട്ട് ഇമേജിൻ ചെയ്യണം, കൺസിഡർ ചെയ്യണം? സ്ഫെറിക്കൽ ഷേപ്പിൽ കൺസിഡർ ചെയ്യണം. സ്ഫെറിക്കൽ ഷേപ്പിലുള്ള പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ആയിട്ട് നമ്മൾ ഇമേജിൻ ചെയ്യണം. കുറെ ഇമാജിനേഷൻ ഇതിന് വേണം, അല്ലാതെ വെറുതെ ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പം ഒരു ഡയമെൻഷൻ 1 ഡയമെൻഷണൽ പാക്കിംഗ് എന്നാണ് പറയുന്നത്. 1 ഡയമെൻഷണൽ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആക്സിസ് ഓർമ്മിക്കാം. എക്സ് ആക്സിസോ വൈ ആക്സിസോ സെറ്റ് ആക്സിസോ ഏതെങ്കിലും ഒരു ആക്സിസിൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ നോക്കിയാട്ടെ, ക്ലോസ് പാക്കിംഗ് ഇൻ 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സ്ഫിയേഴ്സ് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. ആ അടുക്കി വെക്കുന്ന സമയത്ത് ഒരു ഡയറക്ഷൻ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അപ്പോൾ കുറെ സ്ഫിയേഴ്സ് ടച്ച് ചെയ്ത് ഇങ്ങനെ ഒറ്റ റോയിൽ അടുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ എന്തായിട്ട് പറയും? 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഇൻ ക്രിസ്റ്റൽ. ഇങ്ങനെ ഈ 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം, ഒരു പാർട്ടിക്കിള് എത്ര പാർട്ടിക്കിൾ നൈബറിംഗ് പാർട്ടിക്കിൾ ആയിട്ടാണ് ടച്ച് ചെയ്തിരിക്കുന്നത്? 2 അല്ലെ? സോ കോർഡിനേഷൻ നമ്പർ നമ്മൾ എന്താ പറയാ? 2. എന്താണ് ഈ കോർഡിനേഷൻ നമ്പർ? നമ്മൾ ഒരു പാർട്ടിക്കിളിന്റെ നിയറസ്റ്റ് നൈബേഴ്സിന്റെ നമ്പർ അങ്ങനെ ഓർമ്മിക്കാം. ഒരു പാർട്ടിക്കിളിന്റെ ഒരു ക്രിസ്റ്റൽ സിസ്റ്റത്തില് ഒരു പാർട്ടിക്കിള് എത്ര പാർട്ടിക്കിൾസ് ആയിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നത്, നൈബറിംഗ് പാർട്ടിക്കിൾസ് എത്രയുണ്ട്, അതുമായിട്ട് നമ്മൾ എടുക്കുന്ന പാർട്ടിക്കിളുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണം, അതിനാണ് നമ്മൾ പറയാ കോഓർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കോഓർഡിനേഷൻ നമ്പർ എത്രയാണ്? 2. അതായത് 1 ഡയമെൻഷൻ നമ്മൾ എങ്ങനെ പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഓർഡിനേഷൻ നമ്പർ എത്ര കിട്ടും? 2 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 1 ഡയമെൻഷനിൽ വേറെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, സെഡ് ആക്സിസിനായിട്ട് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പാർട്ടിക്കിൾസ് നമ്മൾ വെക്കുന്നത്. അപ്പൊ 1 ഡയമെൻഷനിൽ മാത്രം വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ക്രിസ്റ്റൽ ആവോ? ഇല്ല. അപ്പൊ അതിന് നമ്മൾ അടുത്തതിലേക്ക് പോകണം. ഇതിലേക്കാണ് 2 ഡയമെൻഷണൽ പാക്കിംഗ്. ക്ലോസ് പാക്കിംഗ് 2 ഡയമെൻഷൻ. 2 ഡയറക്ഷനിൽ ഇങ്ങനെ എക്സ് ആക്സിസ് വൈ ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ് സെഡ് ആക്സിസ് അങ്ങനെ കൊടുക്കാം. അപ്പൊ ഒന്ന് നമ്മൾ നേരത്തെ എടുത്ത എന്താണ്? അതേ അറേഞ്ച്മെന്റ്. പാർട്ടിക്കിൾസ് ആർ പ്ലേസ്ഡ് അലോങ് ഇൻ എ റോ. ഒരു റോയിൽ കംപ്ലീറ്റ് നേരത്തെ വെച്ചതുപോലെ പാർട്ടിക്കിൾസ് വെക്കാം. അതിന്റെ അടുത്ത റോയിൽ എന്ത് ചെയ്യാം? 2 പോസിബിലിറ്റിയാണ് രണ്ടാമത്തെ റോൾ. ഒന്നെന്താണ്? ആ അറേഞ്ച്മെന്റിന്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിന്റെ തൊട്ട് മുകളിലേക്ക് വെക്കാം. അതായത് ഒരു പാർട്ടിക്കിളിന്റെ തൊട്ട് മുകളിൽ അടുത്ത പാർട്ടിക്കിളിന്റെ തൊട്ട് മുകളിൽ എടുക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഡയമെൻഷണൽ പാക്കിംഗ് കിട്ടും. അതൊരു ടൈപ്പ് പാക്കിംഗ്. അപ്പൊ ഒന്നാമത്തെ ഡയറക്റ്റിൽ കാണിച്ചിരിക്കുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ്. ഹിയർ പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് കറക്റ്റ് ടോപ്പ് ഓഫ് ദ അതർ പാർട്ടിക്കിൾ. അങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ 2 ഡയമെൻഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ്. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയാൻ കാരണം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ പാർട്ടിക്കിളും എത്ര നൈബറിംഗ് പാർട്ടിക്കിളുമായിട്ട് ടച്ചിങ് വരുന്നുണ്ട്? 4. അപ്പൊ അതിന്റെയൊക്കെ ആ 4 നൈബറിംഗ് പാർട്ടിക്കിൾസിന്റെ സെന്റേഴ്സ് നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഒരു സ്ക്വയർ ഷേപ്പാണ് കിട്ടുക. ആ സ്ക്വയർ ഷേപ്പ് കിട്ടുന്നത് കൊണ്ടാണ് ആ പാക്കിംഗ് എന്ന് പറയുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരു ടൈപ്പ്, അതായത് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗിലെ ഒരു ടൈപ്പാണ് ഇത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഇനി രണ്ടാമത്തെ നോക്കിയാട്ടെ. 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗിന്റെ രണ്ടാമത്തെ വേർഷൻ നമ്മൾ പറയുന്നത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്. അവിടെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് റോ നമ്മൾ ആദ്യം എടുത്ത പോലെ തന്നെ. പക്ഷെ സെക്കൻഡ് റോ എന്താണ്? ഫസ്റ്റിലെ 2 പാർട്ടിക്കിൾസ് ഉണ്ടാക്കുന്ന ഡിപ്രഷൻ, ആ ഡിപ്രഷന്റെ മുകളിലാണ് വരുന്നത് സെക്കൻഡ് റോയിലെ പാർട്ടിക്കിൾ വരുന്നത്. അതേപോലെ ഒന്നാമത്തെ റോയിലെ സെക്കൻഡ് തേർഡ് പാർട്ടിക്കിൾസ് ഉണ്ടാക്കുന്ന ഡിപ്രഷനിലാണ് രണ്ടാമത്തെ റോയിലെ ഏത് വരുന്നത്? രണ്ടാമത്തെ പാർട്ടിക്കിൾ വരുന്നത്. അപ്പൊ ഡിപ്രഷൻസിൽ പാർട്ടിക്കിൾസ് വെച്ചുകൊണ്ട് രണ്ടാമത്തെ റോ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഒന്നാമത്തെ റോയും രണ്ടാമത്തെ റോയും വ്യത്യാസമുണ്ട്. നേരെ മറിച്ച് സ്ക്വയർ ക്ലോസ് പാക്കിംഗിൽ എല്ലാം എന്താണ്? ഒരേപോലെയാണ്. അതുകൊണ്ടാണ് അവിടെ എ എന്നുള്ള റോ അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. നേരെ മറിച്ച് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗിൽ വരുമ്പോൾ എന്താണ്? ഒന്നാമത്തത് എ, രണ്ടാമത്തത് ഡിഫറെന്റ് ആയതുകൊണ്ട് ബി നോക്കും. ഇനി മൂന്നാമത്തെ റോ വെക്കുമ്പോ എന്താണ്? രണ്ടാമത്തെ റോയിന്റെ ഡിപ്രഷൻ, അതായത് രണ്ടാമത്തെ റോയില് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിന്റെ ഡിപ്രഷനിലാണ് എന്ത് വരിക? മൂന്നാമത്തെ റോയിലുള്ള പാർട്ടിക്കിൾസ്. അപ്പൊ അത് സിമിലർ ടു ഏതിന്റെ വരും? എ വരും. അപ്പൊ മൂന്നാമത്തെ റോ
എ. നാലാമത്തത് അതിന്റെ ഡിപ്രഷനിൽ വെക്കുമ്പോൾ ഏതിന് സിമിലർ ആയിട്ട് വരും? ബിക്ക് സിമിലർ ആയിട്ട് വരും. അപ്പൊ നമ്മൾ കിട്ടുന്ന അറേഞ്ച്മെന്റ് എ ബി അങ്ങനെ പോകും. ഇതൊരു 2 ഡയമെൻഷൻ അറേഞ്ച്മെന്റ് ആണ്. ഇവിടെ ഒരു പാർട്ടിക്കിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ചുറ്റും എത്ര നൈബറിംഗ് പാർട്ടിക്കിൾസ് ഉണ്ട്? 6 നൈബറിംഗ് പാർട്ടിക്കിൾസ്. ഈ 6 നൈബറിംഗ് പാർട്ടിക്കിൾസിന്റെ സെന്റേഴ്സ് യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്നത് എന്താണ്? ഹെക്സഗൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ പാറ്റേണിനെ നമ്മൾ പറയുന്ന പേര് എന്താണ്? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഓക്കെ, ഇനി ഇത് രണ്ടും നമുക്ക് കമ്പയർ ചെയ്യാം. അതായത് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ ഏതാണ് ഇഫക്റ്റീവ് പാക്കിംഗ്? ഇനി ഇഫക്റ്റീവ് പാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്പേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സ്പേസിൽ മാക്സിമം പാർട്ടിക്കിൾസിന് ഏതിനാണ് കൊള്ളിക്കാൻ പറ്റുന്നത്, അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അതായത് മിനിമം സ്പേസ് മാക്സിമം പാർട്ടിക്കിൾസ്, അതിനാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ വിച്ച് ഈസ് മോർ എഫിഷ്യന്റ്? ഒന്നാമത്തെ കാണാം 4 പാർട്ടിക്കിളെ നൈബറിംഗ് പാർട്ടിക്കിൾ ആയിട്ടുള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെ അതിന്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന വേക്കൻ സ്പേസ് എന്തായിരിക്കും? കൂടുതൽ. നേരെ മറിച്ച് രണ്ടാമത്തെ എന്താണ്? അതേ സ്പേസിൽ എത്ര എണ്ണത്തിനെ കൊള്ളിക്കാം? 6 പ്ലസ് സെന്ററിലുള്ള പാർട്ടിക്കിൾ. നേരത്തെ 4 പ്ലസ് സെന്ററിലുള്ള പാർട്ടിക്കിൾ ആണ്. അപ്പൊ ഒന്നാമത്തേല് വളരെ കുറവേ ഉള്ളൂ പാർട്ടിക്കിൾസ് ഉള്ളൂ. പക്ഷെ ഏതിനെ അപേക്ഷിച്ച്? രണ്ടാമത്തേനെ അപേക്ഷിച്ച്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ് കുറച്ചും കൂടി ഇഫക്റ്റീവ്. അപ്പൊ നമ്മള് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ക്ലോസ് പാക്കിങ്ങിൽ കൊടുക്കുന്നത് ഏത് ക്ലോസ് പാക്കിംഗ് നമ്മൾ ചെയ്യുമ്പോൾ ഏത് സെലക്ട് ചെയ്യണം? 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ് ബേസിസ് ആയിട്ട് വരും. ഇപ്പൊ ഇവിടെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 6. നേരത്തെ എത്രയായിരുന്നു? 4. അപ്പൊ 4 ആണ് ഒന്നാമത്തേല്, രണ്ടാമത്തേല് 6 ആണ്. സോ ഇഫക്റ്റീവ് ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ ഈസ് ഏതാ? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ക്ലിയർ ആയല്ലോ? ഇതാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടി ഉണ്ട്, ഏതാണ്? 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. അപ്പൊ ഈ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗിൽ നമുക്ക് 2 രീതി ചെയ്യാം. ഏതൊക്കെയാണ്? ബേസ് ആയിട്ട് നമുക്ക് എന്തെടുക്കാം? ക്ലോസ് പാക്കിംഗ് എടുക്കാം. അതേപോലെ എന്ത് വരാം? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് നമുക്ക് ബേസിക് ലെയർ ആയിട്ട് എടുക്കാം. പക്ഷേ വിച്ച് ഈസ് മോർ ഇഫക്റ്റീവ്? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ് ഇഫക്റ്റീവ്. അപ്പൊ അത് പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞു സ്പിയേഴ്സ് അടുക്കി വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളില് ചെറിയ ചെറിയ സ്പേസസ്, അതായത് അടുക്കി വെക്കാൻ പറ്റാത്ത സ്പേസസ് ഉണ്ടാവും. വേക്കൻ സ്പേസ് എന്നാണ് പറയും. ആ വേക്കൻ സ്പേസ് അറിയപ്പെടുന്നത് വോയിഡ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീസ്. ഓക്കെ, അപ്പൊ ഈ വേക്കൻ സ്പേസിനെ കൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റൂ? 3 ഡയമെൻഷൻ ക്ലോസ് പാക്കിങ്ങിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഒന്നുകൂടി നോക്കാം. അടുത്തത് ഇതിൽ ഒന്നാമത്തെ ക്ലോസ് പാക്കിംഗ് 3 ഡയമെൻഷൻസ് ആണ് ഹെഡിങ് കൊടുത്തത്. പക്ഷെ ആ ഹെഡിങ്ങിന് മുന്നേ നമുക്ക് പഠിക്കണം, വോയിസിനെ പറ്റി പഠിക്കണം. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞു 2 ടൈപ്പ് 2 ഡയമെൻഷണൽ ടു ഡയമെൻഷണൽ പാക്കിംഗ് ഉണ്ട്. ഒന്ന് ഏതാണ്? സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. രണ്ടാമത്തത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഇനി സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ ഈ രീതിയിലാണ് 3 ഡയമെൻഷനിലേക്ക് വരുമ്പോൾ വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയർ, അതായത് റോയിലും കോളത്തിലുമായിട്ട് 2 ഡയറക്ഷനിലായിട്ട് നമ്മൾ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എടുക്കുമ്പോൾ അതിന്റെ മുകളിൽ തന്നെ ഓരോന്നിന്റെ മുകളിൽ തന്നെയാണ് വരുന്നത് അടുത്ത 3 ഡയറക്ഷനിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് അല്ല കിട്ടുക. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്താക്കി എടുക്കണം? ബേസിക് ലെയർ ആക്കി എടുക്കണം. ഓക്കെ, ഇനി നോക്കുക. ആ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ബേസിസ് ആയിട്ട് എടുത്താൽ പോലും നമ്മൾ പറഞ്ഞു നേരത്തെ വോയിഡ്സ്, വേക്കൻ സ്പേസ് ഉണ്ട്. ഓക്കെ, ഈ വേക്കൻ സ്പേസ് ഒരു ലെയർ, അതായത് ആദ്യത്തെ ലെയർ നമ്മൾ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എടുത്തു. രണ്ടാമത്തെ ലെയറിൽ, അതായത് ആ ലേയേഴ്സ് ഉണ്ടാക്കുന്ന ഡിപ്രഷനിലാണ് ഇത് വെക്കുന്നത് രണ്ടാമത്തെ ലെയറിലുള്ള പാർട്ടിക്കിൾസ് വെക്കുന്നത്. അങ്ങനെ വെക്കുന്ന സമയത്ത് അടിയിലുള്ള 3 പാർട്ടിക്കിൾ ഉണ്ടാക്കുന്ന ഡിപ്രഷനില് 4ാമത്തെ പാർട്ടിക്കിൾ വെക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ത് വരും? ഒരു വോയിഡ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഫസ്റ്റ് ലെയറിലെ എന്ത് വരും? 3 പാർട്ടിക്കിളും സെക്കൻഡ് ലെയറിലെ 1 പാർട്ടിക്കിളും. അങ്ങനെ ടോട്ടൽ എത്ര പാർട്ടിക്കിളായി? 4 പാർട്ടിക്കിളായി. ഈ 4 പാർട്ടിക്കിൾസിന്റെ സെന്റേഴ്സ് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ടെട്രാഹീഡ്രൽ ഷേപ്പാണ് കിട്ടുക. അതുകൊണ്ട് ആ 4 പാർട്ടിക്കിൾസ് ഉണ്ടാക്കുന്ന വോയിഡ്സിനെ പറയുന്ന പേരെന്താണ്? ടെട്രാഹീഡ്രൽ വോയിഡ്സ്. ഓക്കെ, നോക്കിയാൽ മനസ്സിലാവും. ആദ്യത്തെ വോയിഡ്സ് മാത്രമുള്ള ഡയഗ്രാം നോക്കാം. അപ്പൊ വോയിഡ്സിന്റെ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ 3 പാർട്ടിക്കിള് ഏതാണ്? ഫസ്റ്റ് ലെയറിലും അതിന്റെ
മുകളിൽ നാലാമത്തെ പാർട്ടിക്കിളും വന്നിട്ടുണ്ടാവുന്ന മോഡലാണ് നമ്മൾ പറയാ ടെട്രാഹീഡ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് കൂടാതെ ഇതിൽ തന്നെ 3 പാർട്ടിക്കിൾ ഒരു ലെയറിലും ഫസ്റ്റ് ലെയറിലും അതിന്റെ മുകളിൽ വരുന്ന 3 പാർട്ടിക്കിൾ സെക്കൻഡ് ലെയറിലും കൺസിഡർ ചെയ്യാം. അപ്പൊ അതായത് ഒരു പാർട്ടിക്കിൾ മാത്രമല്ല നമ്മൾ വെക്കുന്നത്, രണ്ടാമത്തെ ലെയർ നമ്മൾ അടുക്കി വെക്കുകയാണ് ഒന്നാമത്തെ ലെയർ ഉണ്ടാക്കുന്ന ഡിപ്രഷൻ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ടെട്രാഹീഡ്രൽ വോയിസ് ഉണ്ടാവും. അത് കൂടാതെ എന്തും കൂടി വരും, അടിയിലുള്ള 3 പാർട്ടിക്കിൾ കൂടാതെ മുകളിലുള്ള 3 പാർട്ടിക്കിൾ, ഇതുമായിട്ട് ടച്ച് ചെയ്യുന്ന മുകളിലുള്ള 3 പാർട്ടിക്കിൾസ് കൂടി ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ എന്താണ് ടോട്ടൽ 6 പാർട്ടിക്കിൾസ് വരും. ആ 6 പാർട്ടിക്കിൾസിന്റെ കോർണേഴ്സ് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഒക്ടാഹീഡ്രൽ വോയിഡാണ്. അതായത് ആ സ്പേസിൽ നമ്മൾ പറയുന്നത് ആ വോയിഡിന്റെ വേക്കന്റ് സ്പേസ്, അവിടെ നമുക്ക് ആ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ വോയിഡ് അല്ലെങ്കിൽ ആ വേക്കന്റ് സ്പേസിൽ പറയുന്നത് എന്താണ് ഒക്ടാഹീഡ്രൽ. അപ്പൊ 2 ടൈപ്പ് വോയിഡ് ഉണ്ട്, ഒന്ന് ടെട്രാഹീഡ്രൽ വോയിഡും രണ്ടാമത്തെ എന്താണ് ഒക്ടാഹീഡ്രൽ വോയിഡും. അപ്പൊ ഒന്നാമത്തെ ഡയഗ്രത്തിൽ അത് കംപ്ലീറ്റ് കാണിച്ചിട്ടുണ്ട്. അതായത് ടെട്രാഹീഡ്രൽ വോയിഡിന് ടി എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ടി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ആദ്യത്തെ ലെയറിലെ 3 പാർട്ടിക്കിളും രണ്ടാമത്തെ ലെയറിലെ അതിന്റെ ഡിപ്രഷനിൽ വരുന്ന ഒരു പാർട്ടിക്കിൾ നാലാമതായിട്ട് കൺസിഡർ. 4 പാർട്ടിക്കിളിനെ വെച്ചിട്ടുണ്ടാകുന്ന വോയിഡ് നമ്മൾ പറയുന്ന പേര് ടെട്രാഹീഡ്രൽ വോയിഡ്. അത് കൂടാതെ ഓന്ന് കാണിച്ചിട്ടുണ്ട്. അതെന്താണ്, അടിയിലുള്ള 3 പാർട്ടിക്കിളും അതിനോട് ടച്ച് ചെയ്തിട്ടുള്ള മുകളിലെ ലെയറിലുള്ള 3 പാർട്ടിക്കിളും വന്നു കഴിഞ്ഞാൽ എന്താണ് അതുണ്ടാക്കുന്ന വോയിഡ് പറയുന്ന പേര് ഒക്ടാഹീഡ്രൽ. ക്ലിയർ ആയല്ലോ? അപ്പൊ ടെട്രാഹീഡ്രൽ വോയിഡ് ഉണ്ടാവാം, ഒന്നുണ്ടാവാം ഒക്ടാഹീഡ്രൽ വോയിഡ് ഉണ്ടാവാം. അപ്പൊ ഈ ടെട്രാഹീഡ്രൽ വോയിഡിനെ ഒക്ടാഹീഡ്രൽ വോയിഡിനെ നോക്കിയിട്ടാണ് നമ്മൾ ഏത് ലെയർ വെക്കാൻ പോകുന്നത്, 3rd ലെയർ, അതായത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ 2 പോസിബിലിറ്റിയാണ് നമ്മൾ നോക്കാം. 2 പോസിബിലിറ്റി കാണാം. ഈ 2 പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ടെട്രാഹീഡ്രൽ വോയിഡിനെ കവർ ചെയ്തിട്ടുകൊണ്ടുള്ള, അതായത് ടെട്രാഹീഡ്രൽ വോയിഡിനെ കവർ ചെയ്തിട്ട് മൂന്നാമത്തെ അടുത്ത 3 ഡയമെൻഷണൽ പാക്കിംഗ് കൊടുക്കുക അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുക. രണ്ടാമത്തത് ഒക്ടാഹീഡ്രൽ വോയിഡിന്റെ മുകളിൽ എന്ത് ചെയ്യാം, പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യാം. അങ്ങനെ 2 രീതിയിൽ എന്ത് ചെയ്യാം, 3 ഡയമെൻഷനിൽ നമുക്ക് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യാം. ഒന്ന് കവറിംഗ് ടെട്രാഹീഡ്രൽ വോയിസ്, രണ്ടാമത് എന്താണ് ഒക്ടാഹീഡ്രൽ വോയിസ്. ഈ ടെട്രാഹീഡ്രൽ വോയിസിനെ കവർ ചെയ്തുകൊണ്ടുണ്ടാവുമ്പോൾ വരുന്ന പാറ്റേൺ നമ്മൾ പറയുന്ന പേര് AB 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 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. ആ AB AB ടൈപ്പ് പാറ്റേണിന്റെ പേര് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഓക്കെ, ഇത് ക്യൂബ് ആണെങ്കിൽ ഹെക്സഗണൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്ന് പറയും. ഇനി അടുത്ത രണ്ടാമത്തത് ABC, 3 എണ്ണം ഡിഫറെന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടാഹീഡ്രൽ വോയിഡ് എന്താണ് വരുന്നത്, ഒരുപാടൊന്നുമില്ല. ഒക്ടാഹീഡ്രൽ വോയിഡിനെ കവർ ചെയ്തുകൊണ്ടാണ് മൂന്നാമത്തെ ലെയറിലെ പാർട്ടിക്കിൾസ് നമ്മൾ വെക്കുന്നത് വെച്ചാൽ അതിന്റെ അറേഞ്ച്മെന്റ് ആദ്യത്തെ ലെയറിന് A എന്ന് പറയും, അതിന്റെ ഡിപ്രഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ലെയറിന് B എന്ന് പറയും. മൂന്നാമത്തത് ഈ രണ്ടാമത്തെ ലെയറിൽ ഉണ്ടാകുന്ന ഒക്ടാഹീഡ്രൽ വോയിഡിന്റെ മുകളിൽ മാത്രമേ ഉണ്ടാവൂ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്നും ബിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് എടുക്കുക മൂന്നാമത്തെ ലെയറിൽ കിട്ടുക. അതുകൊണ്ട് നമ്മൾ അതിനെ C എന്ന് പറയുന്നത് ABC പാറ്റേൺ. അടുത്തത് വരുന്നത് അതിന്റെ ഡിപ്രഷനിൽ വെക്കുമ്പോൾ ദാറ്റ് ഈസ് സിമിലർ ടു R, പിന്നത്തത് സിമിലർ ടു B, പിന്നത്തത് സിമിലർ ടു C. അതുകൊണ്ട് ആ പാറ്റേൺ നമ്മൾ എന്ത് പറയുന്നു, ABC ABC ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് ആ പാറ്റേണിന്റെ പറയുന്ന പേര് എന്താണ്, ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. ഓക്കെ, അതായത് ABC ടൈപ്പ് ക്ലോസ് പാക്കിങ്ങിന്റെ പേരാണ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. അപ്പൊ ഹെക്സഗൺ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ 2 സാധ്യതകളാണ്. ഒന്ന് ക്യൂബിക് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും രണ്ടാമത്തെ ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ നമുക്ക് AB ടൈപ്പ് എന്ന് പറയാം, അതേപോലെ ABC ടൈപ്പ് എന്ന് പറയാം. ഇനി വോയിഡ് പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യം കൂടി, നമ്മൾ എത്ര പാർട്ടിക്കിൾസ് ഒരു ക്ലോസ് പാക്കിംഗിൽ അറേഞ്ച്മെന്റ് നടത്തിയോ ആ പാർട്ടിക്കിൾസിന്റെ അതേ നമ്പർ എന്തുണ്ടാവും, ഒക്ടാഹീഡ്രൽ വോയിഡ്. ഇതിലാണ് കൊടുത്തിരിക്കുന്നത് ഈ നമ്പർ ഓഫ് ക്ലോസ് പാക്കിംഗ് സ്പിയേഴ്സ്. അതായത് ഒരു പാർട്ടിക്കിളിനെ നമ്മൾ സ്പിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ സ്പിയർ എത്ര നമ്പർ ഉണ്ടോ ആ അതേ നമ്പർ എന്തുണ്ടാവും, ഒക്ടാഹീഡ്രൽ വോയിസ് ഉണ്ടാവും. നേരെ മറിച്ച് അതിന്റെ ഡബിൾ ആണ് എന്ത് വരിക, ടെട്രാഹീഡ്രൽ വോയിഡ് വരിക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ഒക്ടാഹീഡ്രൽ വോയിഡ് കുറവേ ഉള്ളൂ ഇതിനെ അപേക്ഷിച്ച് ടെട്രാഹീഡ്രൽ വോയിഡിനെ അപേക്ഷിച്ച്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് 2 ടൈപ്പ് വരുന്നത് ക്ലോസ് പാക്കിംഗ്. ഒന്നെന്ന് പറയാൻ പറ്റില്ല, ഓരോ ലെയറിലും നമ്മൾ ഒന്നിൽ ടെട്രാഹീഡ്രൽ വോയിഡിനെ കവർ ചെയ്തിട്ടാണ് വെക്കുന്നത്, രണ്ടാമത്തെ എന്താണ്
ജാതികളിൽ ഒതുങ്ങാൻ ആവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കൊരു വീഡിയോ കൂടി കാണാം. അതായത് ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിൽ എങ്ങനെയാണ് റോയിലും അതേപോലെ കോളത്തിലും 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ എങ്ങനെയാണ് പാർട്ടിക്കിൾസ് വരുന്നത് എന്ന്. The three-dimensional modes of packing can be easily understood by dividing the whole process into 3 steps. Close packing of spheres in 1 dimension. In 1 dimension close packing, there is just one way of arranging the spheres. Here, the spheres are arranged in a row touching one another. As a result, each sphere is in contact with 2 neighboring spheres. Thus, in 1-dimensional close packing, the coordination number is 2. Close packing of spheres in 2 dimension. Close packing structures in 2 dimension can be generated by stacking rows of 1-dimensionally closed packed spheres, one above the other. This can be done in 2 ways: square close packing and hexagonal close packing. Square close packing. In this type of packing, the second row of spheres is placed in contact with first row in such a way that the spheres of the second row are placed exactly above the spheres of first row. In such an arrangement, the spheres are aligned horizontally and vertically such that each sphere is in contact with 4 other spheres. So, the coordination number is 4. If we call the first row as A-type row, the second row being exactly same as the first row, so it is also called as A-type. If we keep on placing such similar rows one above the other, then such an arrangement is known as AAA type of arrangement or square packing. Hexagonal close packing. In this type of packing of spheres, the second row of spheres is placed in a staggered manner such that the spheres fit in the depressions of the first row. If we call the first row as A-type, then as the second row is different from the first row, it can be called as B-type. Now, if we place a third row above the second row in the similar manner, we will observe that the third row spheres are aligned with those of first layer, and each sphere is in contact with 6 other spheres. So, the coordination number is 6. Similarly, on placing the 4th layer, we will observe that the 4th row of spheres are aligned with those of second layer. Hence, this type of arrangement is known as ABAB type of arrangement or hexagonal close packing. If we compare square close packing with hexagonal close packing, we will observe that empty spaces are less in hexagonal close packing than compared to square close packing. Now, what are these empty spaces and what role do they play in packing efficiency? The empty spaces in between the spheres are known as voids. These voids are responsible for decrease in packing efficiency of the solid crystal. More the number of voids, less is the packing efficiency of the crystal. Now, you must be wondering what is meant by packing efficiency. We have discussed about this in later part of the section. Now let us study about close packing in 3 dimension. 3-dimensional close packing
from two-dimensional square close-packed layers. This type of packing is obtained by placing two-dimensional square closed-packed layer above the first one, such that the spheres of the second layer are exactly above the spheres of the first layer. In this arrangement, the spheres of both the layers are perfectly aligned horizontally and vertically. On arranging layers one after the other in this pattern, we will observe that each sphere is in contact with 6 other spheres. 4 from the same layer, 1 from the layer above, and 1 from the layer below that sphere. So, the coordination number is 6. If we call the first layer as A-type, and since all the layers are also of the same type, this kind of arrangement is known as AAA type of arrangement. On observing carefully, we will find that this arrangement has generated a simple cubic lattice, and its unit cell is primitive cubic unit cell. Dimensional close packing from two-dimensional hexagonal closed pack layers. The three-dimensional hexagonal closed pack structure can be obtained by placing two-dimensional hexagonal structures one layer above the other. Placing second layer over the first layer. Let us take a two-dimensional hexagonal closed packed layer A. Notice this layer has triangular voids. Place a similar closed packed layer in such a way that the spheres of the second layer are placed in depressions of the first layer. As the spheres of the second layer are aligned differently as compared to the first layer, so let us call this layer as B-type. On observing, we will notice that not all the triangular voids of the first layer are covered by the spheres of the second layer. This gives rise to a different arrangement and different voids. Voids. There are two types of voids: tetrahedron voids, denoted by T, octahedron voids, denoted by O. Let us study how these voids are formed. When we place a closed packed layer above the depressions of the first layer, we will notice that at some places the triangular voids of the first layer are being covered by the spheres of second layer. At such places, a type of void is formed. This type of void is known as tetrahedral void, T, since a tetrahedron is formed by joining the centers of the 4 surrounding spheres. While at other places, we will notice that the triangular voids of the first layer coincides with the triangular voids of the second layer, such that their triangular shapes do not overlap. At such places, another type of void is formed. This type of void is known as octahedral void, O, since an octahedron is formed by joining the centers of the 6 surrounding spheres. Now, in case we need to calculate the number of tetrahedral and octahedral voids in a crystal structure, then just knowing the number of spheres will serve the purpose. Suppose there are n spheres in the crystal structure, then the number of octahedral voids generated is equal to n. The number of tetrahedral voids generated is equal to 2n.
placing third layer over second layer. Now let us place third layer over second layer. Stacking of third layer over second layer can be done in two ways. First, by covering tetrahedral voids. Second, by covering octahedral voids. By covering tetrahedral voids. The tetrahedral voids of the second layer can be covered by placing the spheres of the third layer over them. On doing so, the spheres of the third layer will get exactly aligned with the spheres of the first layer. So, if we can call the first layer as A-type and the second layer as B-type, then the third layer will also be A-type. As the pattern of spheres is repeated alternately in other layers, so this pattern is known as AB-AB pattern, and the structure formed is known as hexagonal close-packed HCP structure. In this type of structure, each sphere is in contact with 12 other spheres, 6 from the same layer, 3 from the bottom layer, and 3 from the top layer. So the coordination number is 12. Covering octahedral voids. The octahedral voids of the second layer can be covered by placing the spheres of the third layer over them. On doing so, the spheres of the third layer are not aligned with the spheres of either first layer or second layer. So, if we call the first layer as A-type and the second layer as B-type, then this third layer will be C-type. Now, if we place the fourth layer over the octahedral voids of the third layer, then the sphere gets aligned with the spheres of the first layer. Thus, this pattern is known as ABC type, and the structure formed is known as cubic close-packed CCP or face-centered cubic FCC structure. In this type of structure, each sphere is in contact with 12 other spheres, 6 from the same layer, 3 from the bottom layer, and 3 from the top layer. So, the coordination number is 12. സംശയങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാന്ന് ഞാൻ വിചാരിക്കട്ടെ. അപ്പം ഈ വീഡിയോ കൂടി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ അതായത് ഇമേജിൻ ചെയ്യണം ഞാൻ പറഞ്ഞു. ഇമേജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഇമേജിൻ ചെയ്ത് കഴിഞ്ഞാലും ഈ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് നമ്മുടെ തലയിൽ കയറൂല. അപ്പൊ അത് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കുറച്ചുകൂടി അതിനകത്ത് അറിയുന്നത്. അപ്പൊ ഇത്തരം വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണാം. യൂട്യൂബിൽ കുറെ വീഡിയോസ് ഉണ്ട്, എന്നൊന്നും കാണണ്ട. നമുക്ക് പറ്റുന്നത് അതായത് വളരെ ഷോർട്ടായിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെയാണോ ഉള്ളത് നമുക്ക് കണ്ടു നോക്കാം. അല്ലെങ്കിൽ ഇത് മാത്രം മതി, ഇത് തന്നെ എന്താണ് ധാരാളമാണ്. ആദ്യം എങ്ങനെയാണ് അറേഞ്ച്മെന്റ്, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, എന്നിട്ട് അതിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്ന് നോക്കുക, എന്നിട്ട് വീഡിയോ കാണാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാക്കിംഗ് എഫിഷ്യൻസിനെ പറ്റി. പാക്കിംഗ് എഫിഷ്യൻസി എന്താണെന്നുള്ളതാണ് അടുത്ത ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ കാണിച്ചു തന്നിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിലും അടുത്ത ടോപ്പിക്കാണ് പാക്കിംഗ് എഫിഷ്യൻസി. എന്താണ് ഈ പാക്കിംഗ് എഫിഷ്യൻസി? എഫിഷ്യന്റ് പാക്കിംഗ് എന്താണ്? അതായത് കുറച്ച് സ്പേസിൽ നമ്മൾ കൂടുതൽ പാർട്ടിക്കിൾസിനെ കൊള്ളിക്കുമ്പോഴാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? എഫിഷ്യന്റ് പാക്കിംഗ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ മിനിമം സ്പേസില് മാക്സിമം പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യാം? അക്കോമഡേറ്റ് ചെയ്യാം. അതിനാണ് എന്ത് പറയുന്നത്? പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ബാക്കിക്ക് എന്തായിരിക്കും? വേക്കന്റ് സ്പേസ് അല്ലെങ്കിൽ വോയിസ് ആയിരിക്കും. വോയിസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് എന്നും കൂടെ അതിന്റെ പേരുണ്ട്. വേക്കന്റ് സ്പേസ്, ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്, അതർവൈസ് വോയിസ്. അപ്പൊ വോയിസ് ആണ് ബാക്കി. അതായത് ഒരു ക്രിസ്റ്റൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ
ഇല്ലാത്ത സ്പേസ് എന്ന് പറയുന്നത് ഏതാണത്? വോയിഡ്സ്. ഇപ്പൊ നമ്മൾ നേരത്തെ 2 ടൈപ്പ് വോയിഡ്സ് പഠിച്ചത് ഏതൊക്കെയാണ്? ടെട്രാഹെഡ്രൽ വോയിഡും അതേപോലെ ഒക്ടാഹെഡ്രൽ വോയിഡും. അപ്പൊ ഈ വോയിഡ്സ് എങ്ങനെ നമ്മൾ പാക്കിംഗ് നടത്തി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും? വോയിഡ്സ് ഉണ്ടാവും. അപ്പൊ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? പെർസെന്റേജ് ആയിട്ടാണ് നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി പറയുന്നത്. ടോട്ടൽ സ്പേസ് occupied by particles in a crystal. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്റ്റലിന്റെ അല്ലെങ്കിൽ യൂണിസെൽ തന്നെ ഏതായാലും ക്രിസ്റ്റലിന്റെ ടോട്ടൽ സ്പേസ് നോക്കുക, ടോട്ടൽ വോളിയം നോക്കുക, അതിൽ എത്ര സ്പേസ് പാർട്ടിക്കിൾസ് കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കവർ ചെയ്തിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ പറയുന്നത് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ടോട്ടൽ സ്പേസ് occupied by spheres or particles in a crystal. ബാക്കി സ്പേസ് ഒക്കെ എന്തായിരിക്കും? വേക്കൻറ്റ്. അപ്പൊ ടോട്ടൽ ക്രിസ്റ്റലിന്റെ വോളിയവും ഒരു പാർട്ടിക്കിളിന്റെ വോളിയവും അതേപോലെ അത് ഏത് യൂണിറ്റ്സ് ഏത് ടൈപ്പ് യൂണിറ്റ് സെല്ലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ക്യൂബിന്റെതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്യൂബ് തന്നെ എത്ര ടൈപ്പ് നമ്മൾ പഠിച്ചു? സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ഉണ്ട്, ബോഡി സെന്റേഡ് ക്യൂബിക് ലാറ്റിസ് ഉണ്ട്, അതേപോലെ ഫേസ് സെന്റേഡ് ക്യൂബിക് ലാറ്റിസ് ഉണ്ട്. ഈ 3 എണ്ണത്തിലും എങ്ങനെയാണ് പാക്കിംഗ് എഫിഷ്യൻസി, ഏത് പാക്കിങ്ങിലാണ് കൂടുതൽ അല്ലെങ്കിൽ ഏതിനാണ് കൂടുതൽ പാക്കിംഗ് എഫിഷ്യൻസി ഉള്ളത്? ഓക്കെ. അപ്പൊ അതെന്താണ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പോകും. ഒന്നാമത്തെ നമുക്ക് ക്യൂബിക് ലാറ്റിസ് എടുക്കുക. എന്താണ് സിമ്പിൾ ക്യൂബിക് ലാറ്റിസ്? പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് കോർണേഴ്സ്. അപ്പൊ അതില് ഒരു ക്യൂബ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ ഓരോ സ്ഫിയറും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ സ്ഫിയർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സ്ഫിയറിന്റെ റേഡിയസ് നമ്മൾ എത്ര കൊടുക്കുക? 6 എന്നുള്ള ലെങ്ത് ആയിട്ടാണ്, അല്ലെങ്കിൽ 6 ആണ് സ്ഫിയറിന്റെ റേഡിയസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കാം. ഒരു യൂണിറ്റ് സെല്ലിൽ അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് ലാറ്റിസിലെ ഒരു യൂണിറ്റ് സെല്ലിൽ ഇഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ അതിൽ നോക്കാം. എഡ്ജ് ലെങ്ത് എ ആണ്. ഡയഗ്രാം എന്താറിയാം? 6 എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു എഡ്ജ് ലെങ്ത് എ, ഒരു സ്ഫിയറിന്റെ റേഡിയസ് എത്രയാണ്? 6. ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇതിനെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ എഡ്ജ് ലെങ്ത് എന്താണ്? എഡ്ജ് ലെങ്ത് എ ഈക്വൽ ടു 2r. എന്തുകൊണ്ടാണ് 2r കൊടുത്തിരിക്കുന്നത്? ഒരു ആ 2 യെല്ലോ കളറിലുള്ള 2 സ്ഫിയർ മാത്രം എടുക്കുക, അല്ലെങ്കിൽ ഏത് തൽക്കാലം അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ആ സ്ഫിയറിന്റെ 2 സെന്റേഴ്സ് അല്ലെങ്കിൽ ആ സ്ഫിയറിന്റെ റേഡിയസ്, ഒന്നിന്റെ റേഡിയസ് നമ്മള് 6 കൊടുത്തു, രണ്ടാമത്തെ റേഡിയസ് എന്താണ്? 6. അപ്പൊ ഈ ഒരു എഡ്ജ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ഒരു എഡ്ജ് ലെങ്ത് വരുന്നത്. അപ്പൊ എഡ്ജ് ലെങ്ത് അവിടെ എന്താണ്? r + r ഈക്വൽ ടു 2r. അതുകൊണ്ടാണ് അവിടെ a ഈക്വൽ ടു എഡ്ജ് ലെങ്ത് a ഈക്വൽ ടു 2r കൊടുത്തിരിക്കുന്നത്. r എന്താണ്? റേഡിയസ് ഓഫ് സ്ഫിയർ. രണ്ടാമത്തത് വോളിയം ഓഫ് യൂണിറ്റ് സെൽ. വോളിയം ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ക്യൂബിന്റെ യൂണിറ്റ് സെൽ ക്യൂബ് ആണ്. ക്യൂബിന്റെ വോളിയം എന്താണ്? a ക്യൂബ്. അപ്പൊ a നമ്മൾ പറഞ്ഞു 2r ആണ്. അപ്പൊ 2r ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു 8r ക്യൂബ്. അപ്പൊ നമ്മൾ വോളിയം ഓഫ് എന്ത് കണ്ടുപിടിച്ചു? ക്യൂബ് കണ്ടുപിടിച്ചു യൂണിറ്റ് സെല്ലിന്റെ. ഇനി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ എത്രയാണ്? സിമ്പിൾ ക്യൂബ് ആയതുകൊണ്ട് 1 ആണ്. അപ്പൊ ഒരു ക്യൂബിന്റെ എന്താണ് അല്ലെങ്കിൽ ഒരു വോളിയം യൂണിറ്റ് സെല്ലിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തത് ഒരു സ്ഫിയറിന്റെ വോളിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ സ്ഫിയേഴ്സ് ഒക്കെ അടുക്കി വെച്ചിട്ടാണ് യൂണിറ്റ് സെൽ വരുന്നത്. യൂണിറ്റ് സെല്ലിന്റെ കോർണേഴ്സിലാണ് സ്ഫിയേഴ്സ് ഒക്കെ ഉള്ളത്. ഏതിന്റെ കേസില്? സിമ്പിൾ ക്യൂബിന്റെ കേസില്. അപ്പൊ ഒരു സ്ഫിയറിന്റെ വോളിയം എന്താണ് നമ്മൾ പഠിച്ചത്? 4/3 πr ക്യൂബ്. ഒരു സ്ഫിയറിന്റെ വോളിയം 4/3 πr ക്യൂബ്. അപ്പൊ എത്ര സ്ഫിയേഴ്സ് ഉണ്ട്? 15 നമ്പർ എത്രയാ? 1. അപ്പൊ ടോട്ടൽ സ്ഫിയറിന്റെ വോളിയം എങ്ങനെയാണ്? 4/3 πr ക്യൂബ്. ഇനി അതിൽ വെച്ചിട്ട് പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ടോട്ടൽ വോളിയം ഓഫ് സ്ഫിയർ, അതായത് ഒരു സ്ഫിയറിന്റെ വോളിയം ഇത്രയാണ് നമുക്കറിയാം. 4/3 πr ക്യൂബ് ആണെന്നറിയാം. ഇവിടെ ഇഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ്? 1. അപ്പൊ 1 × 4/3 πr ക്യൂബ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ക്യൂബ് എത്രയാണ്? a ക്യൂബ്. അപ്പൊ 4/3 πr ക്യൂബ് ഡിവൈഡഡ് ബൈ a ക്യൂബ് നമ്മൾ കണ്ടുപിടിച്ചു 8r 4 ക്യൂബ് ഡിവൈഡഡ് ഇൻറ്റു 100. പാക്കിംഗ് എഫിഷ്യൻസി എന്താണ്? ഇൻറ്റു 100 ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 52.4%. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പകുതി സ്പേസ് മാത്രമേ ഉള്ളൂ പാർട്ടിക്കിൾസ് ഉള്ളൂ. അപ്പൊ എല്ലാ സ്പേസും എന്താണ്? വേക്കന്റ് ആണ്. അപ്പൊ വേക്കന്റ് സ്പേസ് കൂടുതലുണ്ടെങ്കിൽ ഏകദേശം 50%, 52.4 കറക്റ്റ്. അപ്പൊ ഏതാണ്ട് പകുതിയും കുറച്ചും കൂടി, പകുതിയിൽ മാത്രം
മാത്രമേ എന്ത് വരുന്നുള്ളൂ, സിമ്പിൾ ക്യൂബിക് ലാറ്റിസിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾ ഇതേപോലെ ഡെറിവേഷൻ പഠിക്കണം, അതിനനുസരിച്ച് നോട്ടിലൊക്കെ എഴുതാം. നെക്സ്റ്റ് BCCയിൽ നോക്കാം. ബോഡി സെന്റേർഡ് ക്യൂബിക് ലാറ്റിസിൽ അതിൽ നമ്മൾ പഠിച്ചു പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് കോർണേഴ്സ് ആൻഡ് ഓൾസോ അറ്റ് ഫേസ് സെന്റർ. അപ്പൊ ഇതിൽ നമ്മൾ ഡയഗ്രാം കൂടി റിലേറ്റ് ചെയ്യും. അപ്പൊ അതിൽ കൊടുത്തിരിക്കുന്നത് വൺ പാർട്ടിക്കിൾ അറ്റ് ദി സെന്റർ ഈസ് ഇൻ കോൺടാക്ട് വിത്ത് വാട്ട് 2 other particles present diagonally. അതിന് നമ്മൾ എന്താണ് ട്രയാങ്കിൾ, ഏതൊക്കെയാണ് ട്രയാങ്കിൾ വെച്ച് നോക്കണം. അതുപോലെ പൈതഗോറസ് എന്താണ് സിദ്ധാന്തം അതിൽ അപ്ലൈ ചെയ്യണം. മാത്രമേ നമുക്ക് എയും ആറും തമ്മിലുള്ള റിലേഷൻ ആണ്. സിമ്പിൾ ക്യൂബിൽ എ എന്തായിരുന്നു, ഡബിൾ ഓഫ് ക്യൂബീസ്. ഇവിടെ എന്താണോ. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് EFD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. EFD. അപ്പൊ അതില് യെല്ലോ കളർ കൊണ്ട് സ്ഫിയർ കൊടുത്തിട്ടുണ്ട്. അതിൽ എ എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത്, ബി എന്ന് പറയുന്നത് എന്താണ് ഡയഗണൽ. അപ്പൊ എഡ്ജ് ലെങ്ത്, ഡയഗണല്, റേഡിയസ്, ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ EFD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ പൈതഗോറസ് സിദ്ധാന്തം നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പൊ അതിലെന്താണ് B² എന്ന് വരും, A², മറ്റേത് തന്നെയാണ് A². അപ്പൊ 2A² പ്ലസ് A² ഈക്വൽ ടു 2A². അപ്പൊ B² ഈക്വൽ ടു എന്ത് കിട്ടി, 2A² കിട്ടി. Therefore B is equal to √2A. അപ്പൊ B എന്ന് പറഞ്ഞതാണ് നമുക്ക് കിട്ടിയത്. ഇതെല്ലാം കിട്ടേണ്ടത് എന്താണ്, റേഡിയസും എഡ്ജ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ ആണ്. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അടുത്ത ട്രയാങ്കിൾ ഏതാണ്, AFD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമുക്ക് C² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട് C². നോക്കിയാട്ടെ, C നോക്കിയാട്ടെ, C² അതിന്റെ ട്രയാങ്കിൾ അല്ലെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. C² is equal to A² plus B². ശരി കൂടെ. അപ്പൊ A² പ്ലസ് ബിക്ക് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് എന്താണ്, √2A. അപ്പൊ B² നമുക്ക് എന്ത് കൊടുക്കാം, 2A². അപ്പൊ A² പ്ലസ് 2A² എന്ന് കിട്ടി 3A². എന്താണ് 3A² ആയിട്ട് കിട്ടിയത്, C² is equal to 3A². അപ്പൊ C എന്തായിരിക്കും, √3. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സിന്റെ എന്താണ് ഒരു റിലേഷൻ ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. പക്ഷെ നേരത്തെ നമുക്കറിയാൻ പറ്റി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്രാം നോക്കിയാട്ടെ, എത്ര പാർട്ടിക്കിൾ കൂടി ചേർന്നിട്ടാണ് C വന്നത്, 3 പാർട്ടിക്കിൾ. അപ്പൊ സെന്ററിലുള്ള പാർട്ടിക്കിൾ ഓരോന്നിന്റെ റേഡിയസ് 6 ആണ്. സെന്ററിലുള്ള പാർട്ടിക്കിൾ 2 6 വരും എന്ന് കഴിഞ്ഞാൽ ഡയമീറ്റർ. ഒരു എഡ്ജിലുള്ള പാർട്ടിക്കിളിന്റെ ഹാഫ് റേഡിയസ് മാത്രം, മറ്റേ എഡ്ജിലുള്ള പാർട്ടിക്കിളിന്റെ റേഡിയസ് മാത്രം. അപ്പൊ R പ്ലസ് 2R പ്ലസ് R ടോട്ടൽ എത്രയായി 4R. അപ്പൊ C is equal to എന്ത് വന്നു, 4R എന്നുള്ള റിലേഷൻ കൂടി നമുക്ക് കിട്ടി. അപ്പൊ സിക്ക് 2 റിലേഷൻ ആയി. എന്തൊക്കെയാണ്, √3A എന്ന് വന്നു, അതേപോലെ എന്ത് വന്നു, 4R വന്നു. അപ്പൊ അതിൽ നമുക്ക് രണ്ടും സിന്റെ ഇക്വേഷൻ ആയതുകൊണ്ട് രണ്ടിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. എന്താണ്, √3A is equal to 4R. അപ്പൊ A എന്താണ്, R എന്താണ്. What is A? 4R divided by √3. 4R equal to what? √3/4A. അപ്പൊ R എഡ്ജ് ലെങ്തും അതേപോലെ റേഡിയസും തമ്മിലുള്ള റിലേഷൻ നമ്മൾ എന്തിൽ കണ്ടുപിടിച്ചു, BCC ക്രിസ്റ്റൽ ലാറ്റിസിൽ കണ്ടുപിടിച്ചു. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യാം, പാക്കിംഗ് എഫിഷ്യൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ നോക്കേണ്ടത് ഇഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് BCC ആയതുകൊണ്ട് എത്ര വരിക, 2 വരും. ഒരു സ്ഫിയറിന്റെ വോളിയത്തിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 പാർട്ടിക്കിൾ ഉള്ള സ്ഥിതിക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാലേ ടോട്ടൽ വോളിയം ഓഫ് സ്ഫിയേഴ്സ് കിട്ടും. പിന്നെ ടോട്ടൽ വോളിയം ഓഫ് ക്യൂബ് എത്രയാണെന്ന് നമുക്കറിയാം, 4/3 പൈആർ ക്യൂബ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ആ റേഷ്യോ കണ്ടുപിടിക്കും. അപ്പൊ അതിൽ കൊടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ ഇസ് ഈക്വൽ ടു 2. വോളിയം ഓഫ് സ്ഫിയർ എത്ര വരിക, 2 into 4/3 പൈആർ ക്യൂബ്. ഇനി യൂണിറ്റ് സെല്ലിന്റെ വോളിയം എന്താണ്, A ക്യൂബ്. A ക്യൂബ് എന്ന് പറഞ്ഞാൽ A നമ്മൾ കണ്ടുപിടിച്ച എത്രയാണ്, A is equal to 4R/√3 അതിന്റെ ക്യൂബ്. ഇനി പാക്കിംഗ് എഫിഷ്യൻസി. പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 2 into വോളിയം ഓഫ് one sphere divided by total volume of unit cell into 100. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്, 68%. അപ്പൊ പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് എന്താണ് BCC ലാറ്റിസ്, അതായത് BCC ലാറ്റിസിലുള്ള പാക്കിംഗ് എഫിഷ്യൻസി എത്ര പെർസെന്റേജ് വരുന്നുണ്ട്, 68%. നേരത്തെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സിമ്പിൾ ക്യൂബിക് ലാറ്റിസിൽ എത്രയാണുള്ളത്, 52.4. അതിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതലാണ്, 68% വരെ വരുന്നത് ഇതില് BCC ബോഡി സെന്റേർഡ് ക്യൂബിക് ലാറ്റിസ്. എന്ന് പറഞ്ഞാൽ അവിടെ 8 പാർട്ടിക്കിൾ കോർണേഴ്സിൽ മാത്രമേ ഉള്ളൂ, ഇവിടെ കൂടി സെന്റർ ഓഫ്
സെന്ററിലേക്കും കൊടുക്കും. അപ്പൊ അതിൽ നമുക്ക് ഊഹിക്കാം ഫേസ് സെന്ററിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും കുറച്ചും കൂടി പാക്കിംഗ് എഫിഷ്യൻസി എന്തായിരിക്കും കൂടുതലാണ്. കാരണം ഫേസ് സെന്ററിൽ എന്തും കൂടി വരുന്നത് 8 കോർണേഴ്സിലെ പാർട്ടിക്കിൾസ് കൂടാതെ ഓരോ ഫേസിന്റെ സെന്ററിലും പാർട്ടിക്കിൾസ് വരും. അതെങ്ങനെയാണ് നോക്കാം. അപ്പൊ ഇതില് നമ്മളെ നേരത്തെ ക്ലാസ്സുകളിൽ ടീച്ചറിന്റെ ക്ലാസ്സുകളിൽ BCC നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തന്നതായിരുന്നു. എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ FCCയും സിമ്പിൾ ക്യൂബിക് ലാറ്റിസിന്റെ മാത്രമേ ടീച്ചർ പറഞ്ഞിട്ടുള്ളൂ, BCCന്റെ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ പഠിപ്പിച്ച കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് നോട്ടുമായിട്ട് കമ്പയർ എന്നിട്ട് പഠിക്കും. ഇനി FCCയിൽ നോക്കാം. FCCയിൽ എന്താണ് FCCന്റെ പ്രത്യേകത എന്നൊക്കെ നിങ്ങൾക്കറിയാം. 3 പാർട്ടിക്കിൾ ഡയഗണലി പ്രസന്റ് 3 പാർട്ടിക്കിളാണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത്. A, അതേപോലെ ഒന്നാമത്തത് എന്താണ് എയും സിയും 2 അറ്റത്തുള്ള പാർട്ടിക്കിള്, സെന്ററില് ഒരു പാർട്ടിക്കിൾ. അപ്പൊ ആ ഡയഗണൽ അല്ലെങ്കിൽ ആ ലെങ്ത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ് BM. പിന്നെ എഡ്ജ് ലെങ്ത് ഉണ്ട്, റേഡിയസ് ഓഫ് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ അതിന് ABC എന്നാണ് ട്രയാങ്കിൾ എടുക്കുന്നത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ ABCയില് AC സ്ക്വയർ അതിന് ഇക്വലന്റ് ആയിരിക്കും. AC സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെ. AC കമ്പൈൻ ചെയ്യുന്നതിൽ കണക്ട് ചെയ്യുന്നത് എന്താണ് BM. അപ്പൊ AC സ്ക്വയർ എന്താണ് B സ്ക്വയർ. അപ്പൊ AC സ്ക്വയർ ഇസ് ഈക്വൽ ടു BC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ. BC സ്ക്വയറും BC എന്താണ്, AB എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെ രണ്ടും A. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, B സ്ക്വയർ ഇസ് ഈക്വൽ ടു A സ്ക്വയർ പ്ലസ് A സ്ക്വയർ ഈക്വൽ ടു 2A സ്ക്വയർ. അപ്പൊ B സ്ക്വയർ എന്ന് വന്നു 2A സ്ക്വയർ വന്നു. B is equal to √2A. ഒരു റിലേഷൻ കിട്ടി. പക്ഷെ ബിയും എയും തമ്മിലുള്ള റിലേഷൻ മതിയോ നമുക്ക് പോരാ, ഒന്നുകൂടി വേണം. അതിൽ റേഡിയസിനെയും കൂടി ഉൾപ്പെടുത്തും. അപ്പൊ അതിന് വേണ്ടിയിട്ട് B ഈക്വൽ ടു 4R എന്നൊക്കെ കാണും. എങ്ങനെയാണ് B 4R ആവുന്നത്? B എന്ന് നോക്കിയാട്ടെ. B 3 പാർട്ടിക്കിളാണ്. 3 പാർട്ടിക്കിളിന്റെ റേഡിയസുകൾ നോക്കും. ഒരറ്റത്തുള്ള പാർട്ടിക്കിളിന് ഹാഫ് റേഡിയസ്, അതായത് R മാത്രം പകുതിയായിരിക്കും. രണ്ടാമത്തെ പാർട്ടിക്കിൾ ഫുൾ എടുക്കും. അപ്പൊ 2R. അപ്പൊ R പ്ലസ് 2R പ്ലസ് അങ്ങനെ എത്ര വന്നു 4R വന്നു. അപ്പൊ B is equal to 4R. Therefore Bക്ക് 4R നമ്മൾ കണ്ടുപിടിച്ച അതേപോലെ നേരത്തെ B is equal to √2A എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ രണ്ടും കൂടി എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യും. എന്താണ് √2A is equal to 4R. Therefore R equal to A is equal to 4R by √2. അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2√2R. A is equal to 2√2R or R is equal to A by 2√2. അപ്പൊ R ഉം A തമ്മിലുള്ള റിലേഷൻ ഇതാണ് 3 എണ്ണത്തിലും ചെയ്യേണ്ടത്. റേഡിയസും എഡ്ജ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ ആണ്. ആ റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുക പാക്കിംഗ് എഫിഷ്യൻസി. ഇനി പാക്കിംഗ് എഫിഷ്യൻസിയിലേക്ക് പോവാണ്. ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എത്രയാണ്? FCCയിൽ 4. അതായത് കോൺട്രിബ്യൂഷൻ ടോട്ടൽ ഓഫ് ഏരിയ 4 ആണ് വരിക. ഒരു സ്ഫിയറിന്റെ വോളിയം എത്രയാണ്? ടോട്ടൽ വോളിയം ഓഫ് 1 സ്ഫിയർ 4/3 πr3. അപ്പൊ അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ടോട്ടൽ വോളിയം ഓഫ് ദി സ്ഫിയർ ഈക്വൽ ടു 4 × 4/3 πr3. ആൻഡ് വാട്ട് ഈസ് ദി ടോട്ടൽ വോളിയം ഓഫ് ക്യൂബ് യൂണിറ്റ് സെൽ? എത്രയാണ്? A3. ഇവിടെ A എന്നുള്ളത് എന്താണ് റിലേഷൻ? 2√2R whole cube. Then packing efficiency. Packing efficiency വരിക 4 × volume of one sphere divided by total volume of unit cell into atoms. That is equal to 74%. Okay. Then compare. Simple cubic lattice 52.4%. BCC ലേക്ക് വരുമ്പോൾ 68%. And FCC ലേക്ക് വരുമ്പോൾ 74%. ഇത് മൂന്നും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് ഈസ് മോർ എഫിഷ്യന്റ് ക്രോസ് പാക്കിംഗ് ആയിട്ട് എഫിഷ്യൻസി കൂടുതലുള്ള പാക്കിംഗ് എന്താണ്? FCC ഫേസ് സെന്റേഡ് ക്യൂബിക് ലാറ്റിസിനാണ്. അപ്പൊ അതില് എങ്ങനെയാണ്, അതായത് അതില് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എഫിഷ്യന്റ് ക്രോസ് പാക്കിംഗ് കിട്ടും. 3 ഡയമെൻഷൻ എന്നാൽ അറേഞ്ച്മെന്റ്. ഓക്കെ. അപ്പൊ ഇത് മൂന്നും കൃത്യമായിട്ട് പഠിക്കും. ഇനി അതിന്റെ ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട് ആ ടോപ്പിക്കില്. ഡെൻസിറ്റി. ഇപ്പൊ നമ്മൾ ഇതിന്റെ പാരാമീറ്റേഴ്സും വോളിയോ പാക്കിംഗ് എഫിഷ്യൻസിയും ഒക്കെ നമുക്കറിയാം. ഈ കാര്യങ്ങൾ വെച്ചിട്ട് പാക്കിംഗ് എഫിഷ്യൻസി എന്നതിന്റെ ആവശ്യമില്ല, ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ ഡെൻസിറ്റി കാൽക്കുലേഷൻ മാത്രമല്ല, അതിനോടനുബന്ധിച്ച് വേറെ കാൽക്കുലേഷനും വരുന്നുണ്ട്. ആദ്യം ഡെൻസിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം.
ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ഡെൻസിറ്റി എന്തെടുത്ത് കഴിഞ്ഞാലും ഏത് സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെയാണ് നമ്മൾ ഡെൻസിറ്റി കണ്ടുപിടിക്കുക. അതിന്റെ എന്തിന്റെയാണോ എടുക്കുന്നത് അതിന്റെ മാസ് ഡിവൈഡഡ് ബൈ വോളിയം. അപ്പൊ ഇവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം? യൂണിറ്റ് സെല്ലിന്റെ മാസ് കണ്ടുപിടിക്കണം, യൂണിറ്റ് സെല്ലിന്റെ വോളിയം അറിയണം. അപ്പൊ മാസ് ബൈ വോളിയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ നോക്കിയിട്ട് ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ എന്താണ്? മാസ് ഓഫ് യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. അതിന്റെ മാസും വോളിയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡെൻസിറ്റി കിട്ടും. ഇനി മാസ് ഓഫ് യൂണിറ്റ് സെൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മാസ് എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഇൻറ്റു മാസ് ഓഫ് ഈച്ച് ആറ്റം. അതെങ്ങനെയാണ് വരുന്നത്? ഒരാറ്റത്തിന്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കാം. ആ ഒരാറ്റത്തിന്റെ മാസിന് ഒരു എന്താണ് യൂണിറ്റ് സെല്ലിൽ എത്ര ഇഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടോ അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് ടോട്ടൽ കിട്ടും യൂണിറ്റ് സെല്ലിന്റെ മാസ് കിട്ടും. അതായത് ഒരു യൂണിറ്റ് സെല്ലിന്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസും കൂടി കൺസിഡറേറ്റ് ആണ് നമ്മൾ പറയുന്നത് യൂണിറ്റ് സെല്ലിന്റെ മാസ് വരുന്നത്. അപ്പൊ അതിൽ ഇഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ കൊണ്ട് ഒരു ആറ്റത്തിന്റെ മാസിനെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റത്തിന് നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ സെറ്റ് ആണ്, ക്യാപിറ്റൽ സെറ്റ് into m small letter m. Small letter m represents what? Mass of each atom. ഇനി ആ മാസ് ഒരു ആറ്റത്തിന്റെ മാസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അവഗാഡ്രോ നമ്പർ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ മാസ് ഓഫ് ഈച്ച് ആറ്റം സ്മോൾ m is equal to what? Atomic mass divided by അവഗാഡ്രോ നമ്പർ. ഓക്കെ, അപ്പൊ അറ്റോമിക് മാസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു ആറ്റത്തിന്റെ മാസ് കിട്ടുക. അപ്പൊ അതിനെ നമ്മള് ഒന്നുകൂടി മാറ്റി എഴുതാണ്. ആ സ്മോൾ എന്ന എന്തിലേക്ക് കൊടുക്കുന്നു? ക്യാപിറ്റൽ എന്നുള്ള റെപ്രസെന്റേഷൻ കൊടുക്കും. അപ്പൊ അത് ആറ്റായാലും മോളിക്കുലായാലും ഒക്കെ എന്താണ്? അറ്റോമിക് മാസ്, മോളിക്കുലർ മാസ്, ആറ്റോമിക് മാസ് ഇങ്ങനെ പോകും. അപ്പൊ ഒരു ക്രിസ്റ്റലിന്റെ ഒരു ആറ്റത്തിന്റെ മാസ് കണ്ടുപിടിക്കാൻ അറ്റോമിക് മാസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ സെറ്റ് ഇൻറ്റു m റെപ്രസെന്റ്സ് മാസ് ഓഫ് ടോട്ടൽ യൂണിറ്റ് സെൽ. ഓക്കെ, അപ്പൊ യൂണിറ്റ് സെല്ലിന്റെ മാസ് കിട്ടി. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? വോളിയം. യൂണിറ്റ് സെൽ ക്യൂബിക്കിന്റെ ക്യൂബിക് യൂണിറ്റ് സെൽ ആണെങ്കിൽ അതിന്റെ വോളിയം എത്രയാണ്? a³. അപ്പൊ നമുക്ക് കിട്ടിയത് യൂണിറ്റ് സെല്ലിന്റെ മാസും കിട്ടി, അതേപോലെ യൂണിറ്റ് സെല്ലിന്റെ വോളിയം കിട്ടി. മാസ് ബൈ വോളിയം ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി. ഇപ്പൊ ഡെൻസിറ്റി എന്താണ്? സെറ്റ് ഇൻറ്റു m ഡിവൈഡഡ് ബൈ a³ ഇൻറ്റു 1. ഇതാണ് വരുന്നത് ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ. ഇപ്പൊ യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി കണ്ടു. അപ്പൊ ഡെൻസിറ്റിക്കുള്ള ഇക്വേഷൻ ആണ് ഇപ്പൊ പഠിപ്പിച്ചത്. പക്ഷെ ഡെൻസിറ്റി തന്നെ ആയിരിക്കില്ല ചോദിക്കുക. എല്ലാ പാരാമീറ്റേഴ്സും തന്നിട്ട്, അതായത് 4 പാരാമീറ്റർ കാരണം നമുക്കറിയാം. ഈ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് വന്നിട്ട് അടുത്ത പാരാമീറ്ററിന്റെ വാല്യൂ എന്താണ് ചോദിക്കാം. അപ്പൊ a ചോദിക്കാം, m ചോദിക്കാം, പിന്നെ സെൽ ചോദിക്കാം. ഡെൻസിറ്റി മാത്രമല്ല ഇതിനുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്ക് മാറ്റിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഡെൻസിറ്റിന്റെ ഇക്വേഷൻ പഠിക്കാം. ആ ഇക്വേഷൻ എന്ത് ഫോർമാറ്റ് ചെയ്യാം? എക്കുള്ള എക്സ്പ്രഷൻ നോക്കാം, അതുപോലെ എമ്മിന്റെ എക്സ്പ്രഷൻ നോക്കാം, അതുപോലെ സെന്റിന്റെ എക്സ്പ്രഷൻ നോക്കാം. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് ഇക്വേഷൻ പഠിക്കും. ഡെറിവേഷൻസ് ചോദിക്കാറില്ല, സാധാരണ പ്രോബ്ലംസ് ആണ്